നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി 1/15 പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, മാനസികാസ്വാസ്ഥ്യമടക്കം പല കാര്യങ്ങളും പറഞ്ഞ് താനല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ കേതലിനെ കണ്ടതെങ്കിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ഈ ക്രൂരതയ്ക്കുള്ള ശിക്ഷ എന്തെന്നാണ് അറിയേണ്ടത്? എന്തൊക്കെയാണ് ഇപ്പോൾ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദത്തിൽ നമ്മൾ കണ്ടത്? സുജയ, തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കൂടിയായിട്ടുള്ള കെ വിഷ്ണുവാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ കേട്ടത്. പ്രധാനമായിട്ടും പ്രതിഭാഗം ഉന്നയിക്കുന്നത് ഈ പ്രതിയുടെ കേതൽ ജിൻസൺ രാജയുടെ പ്രായം പരിഗണിക്കണം, ശിക്ഷയിൽ ഇളവ് നൽകണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രതിക്ക് മാനസിക രോഗമുണ്ടെന്നുള്ളത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അത് തെളിയിക്കാനായിട്ട് ഇതുവരെയും ഈ പ്രതിഭാഗത്തിന് സാധിച്ചിട്ടില്ല. ഇതിൽ ഉറ്റവരെ അടക്കമുള്ള ഒരു വലിയൊരു ക്രൂരകൃത്യമാണ് ചെയ്തത്. അത് മാനസിക രോഗമുണ്ടെങ്കിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ശക്തമായിട്ടുള്ള വാദമുഖമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം ഈ പ്രതി 2017 ഈ കൃത്യം നടത്തി 9ാം ദിവസമാണ് ഈ കാര്യം പുറലോകം അറിയുന്നത്. ഇതിനുശേഷം 7 ദിവസം പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്നു. തുടർന്ന് ജയിലിലെത്തുമ്പോൾ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു സഹതടവുകാരനെ ഉപദ്രവിക്കുകയും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇതിനെ തുടർന്നാണ് മോഹൻ റോയ് എന്ന് പറയുന്ന മാനസിക വിദഗ്ധൻ ഇദ്ദേഹത്തിന് ഒരു സ്കിസോഫ്രീനിയയുടെ ലക്ഷണമുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലെത്തുകയും പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രതിക്ക് മാനസിക രോഗം ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം കോടതിയിൽ വാദമുയർത്തിയത്. കാരണം കൃത്യം നടത്തുന്നതിനും മുൻപും പ്രതിക്ക് മാനസിക രോഗമില്ല എന്നുള്ള ഒരു വാദമുഖങ്ങളിലേക്ക് എത്തി. പക്ഷേ അപ്പോഴും ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കണം. കാരണം അതിൽ മറ്റൊന്ന്, ഈ പ്രതിക്ക് മാനസിക രോഗം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മാനസിക വിദഗ്ധന്റെ സർട്ടിഫിക്കറ്റാണ് ഈ കോടതി മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇന്ന് 1/15 കേരളം കാത്തിരിക്കുന്ന ആ സുപ്രധാന വിധി ഉണ്ടാവുക. എന്തായാലും പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് നൽകണമെന്നുള്ളതാണ് ഈ പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. അതിലെന്തായാലും ഒരു വധശിക്ഷ തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചു. ഇന്നിപ്പോൾ 1 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളിലാണ് ഇപ്പോൾ ഈ പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 65 ദിവസം നീണ്ട വിചാരണ, കാരണം 2017 ശേഷം 7 വർഷം നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഈ വിചാരണ. അതിൽ ഈ പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ പ്രതിക്ക് മാനസിക രോഗമുണ്ട്. എന്ന് പറയുമ്പോൾ ഇനി കൃത്യം 1 മണിക്കൂർ മാത്രം നന്ദൻകോട് കൂട്ടക്കൊലയിൽ കുടുംബത്തിലുള്ളവരെ, അതോടൊപ്പം ബന്ധു ലളിതയെ കൊലപ്പെടുത്തിയ കേതലിന്റെ ക്രൂരതയ്ക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്തെന്നറിയാൻ 1 മണിക്കൂർ കൂടി കാത്തിരിക്കണം. താങ്ക് യു, അരുൺ സോളമൻ.